അതൊന്നും എൻ്റെ അട്രാക്ഷൻ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം മന്ത്രിസ്ഥാനത്തേക്ക് വന്നാലും ഈ പറയുന്നതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസ്ഥാനത്തിൻ്റെ ത്തേക്ക് എന്നെ ആകർഷിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമുണ്ട്. നമുക്ക് ചിലർക്ക് ഏറ്റവും ഇഷ്ടം നല്ല കാറായിരിക്കും, ചിലർക്ക് ഏറ്റവും ഇഷ്ടം വലിയ വീട്ടിൽ താമസിക്കുന്നതായിരിക്കും, ചിലർക്ക് അതൊന്നും ഇഷ്ടമായിരിക്കില്ല. ഓരോ വ്യക്തികളുണ്ടല്ലോ. ഞാൻ എന്നും ധരിച്ചിട്ടില്ല, ഞാൻ എപ്പോഴും മന്ത്രിമാരെ എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അധികാര സ്ഥാനങ്ങളിൽ വരുന്ന ആളുകൾ ഒരു 80% പേരും ഇത്തരം ചില കുടുക്കുകളിലും ഈ പോലീസിൻ്റെ സെല്യൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോകും. അതിൻ്റെ ഒരു ലഹരിയിലായിരിക്കും പലരും സഞ്ചരിക്കുന്നത്. പലപ്പോഴും ഭരിക്കാൻ മറന്നുപോകും. ഞാനെപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എനിക്കൊരു അവസരം കിട്ടിയ, ഞാനൊരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും എന്ന നിലയിൽ അധികാരത്തെ സ്നേഹിക്കുന്ന ആളും അധികാരം ആഗ്രഹിക്കുന്ന ആളുമാണ്. അല്ലാതെ അധികാരം ഇഷ്ടപ്പെടാത്തവരോ അങ്ങനത്തെ ഒരു ആദർശത്തിൻ്റെ ഒരു പൊയ്മുഖം അണിയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ആളുമല്ല. എനിക്ക് അധികാരം ഇഷ്ടമാണ്. കാരണം MLA ആയിരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പ്രൂവ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു മന്ത്രി ആയാലോ അല്ലെങ്കിൽ അത്ര അധികാര സ്ഥാനത്തിരുന്നാലോ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ അങ്ങനെയാണ് കരുതിയിരുന്നത്, എനിക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ, ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു വകുപ്പ് ഒരുപക്ഷെ തന്നു കഴിഞ്ഞാൽ അത് വളരെ പൊതുവായിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ഈ നാട്ടിലൊന്നും നടക്കില്ല, ഒരു കാര്യം നടക്കില്ല. ഒരു പൊതുപ്രയോഗം അങ്ങനെയല്ല, ഈ നാട്ടിൽ പലതും നടക്കും. സതീശന് അങ്ങനെ ഒരു ഉത്തമ ബോധ്യമുണ്ടായിരുന്നു, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ